ശ്രീ സുമിത് ജോർജ്, നമ്മൾ ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ രാഹുൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അതേതാണ്ട് ബംഗ്ലാദേശ് മോഡലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് എന്ന വിമർശനം പരക്കെ ഉയരുന്നുണ്ട്. കാരണം ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിൽ ജനാധിപത്യ സ്വഭാവം കുറവുള്ള പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന അവിടുത്തെ സംവിധാനങ്ങളെയും ഒക്കെ വിമർശിക്കുകയും ജനക്കൂട്ടത്തിനിടയിലേക്ക് അത്തരം ആശയങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിനെതിരായുള്ള വലിയൊരു ഒഴുക്ക് സൃഷ്ടിക്കുവാനുള്ള ശ്രമം നടത്താറുണ്ട്. ബംഗ്ലാദേശ് അതിൻ്റെ ഒരു ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ്. അത്തരം ഒരു ശൈലിയിലേക്ക് രാഹുൽ പോകുകയാണോ തുടർച്ചയായുള്ള പരാജയത്തിന് ശേഷം? സുമിത് ജോർജ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഈ പറയുന്നത് ഈ രാജ്യത്ത് ആകമാനം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ എല്ലാം കുഴപ്പങ്ങളാണ്, കേരളത്തിലും കുഴപ്പങ്ങളാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വയനാട്ടിൽ അദ്ദേഹം വന്ന് മത്സരിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ പെങ്ങളും വയനാട്ടിൽ നിന്ന് മത്സരിച്ചു, അവർ രണ്ടുപേരും വിജയിച്ചു. അപ്പോൾ അവിടെ കുഴപ്പങ്ങളില്ല. കുഴപ്പങ്ങളുള്ളത് ഇപ്പോൾ കേരളത്തിൽ ആകപ്പാടെ കുറച്ച് കുഴപ്പങ്ങളുള്ളത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചു, അവിടെ ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷ സംഘടനകളുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അതിൻ്റെ കൂടുതലും ആൾക്കാർ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതൊരു പക്ഷേ കോൺഗ്രസ് പറയുമായിരിക്കാം അത് സുരേഷ് ഗോപി ഫാൻസ് ആയിരിക്കും. അപ്പോൾ സുരേഷ് ഗോപി ഫാൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ അവർ ഇത്തരത്തിൽ അവിടെ എന്തെങ്കിലും കൃത്രിമം നടത്തിയതായിരിക്കും. അതുപോലെ ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് ഇപ്പോൾ ഈ രാജ്യത്ത്, ഇപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് കുറച്ച് മൈലേജ് കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ ചർച്ചയിലെടുക്കുന്ന അദ്ദേഹം അതിനെ എതിർക്കുന്നത് കണ്ടു. അത് മോദിയുടെ ഇമേജ് താഴോട്ട് പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു. മോദിയുടെ ഇമേജ് താഴോട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാ വന്നുള്ളൂ. കാരണം ഈ രാജ്യത്തൊന്നല്ല, ഈ ലോകമാകമാനം ബോധ്യമുള്ളൊരു കാര്യത്തെ സംബന്ധിച്ച് എളിയവനായ ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. അതോടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറയുന്നത്, അദ്ദേഹം ഈ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃനിരയിലേക്ക് വരണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇന്ത്യ സഖ്യത്തിലുള്ള ആൾക്കാർ നേതാവായി അംഗീകരിക്കണം, അദ്ദേഹത്തിന് കോൺഗ്രസ് അധികാരത്തിൽ വരണം, കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കണം തുടങ്ങിയ ആശയങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഞങ്ങളത് മോശമാണെന്ന് പറയുന്നില്ല, നടപ്പിലാകട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. നടപ്പിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളെ പറയുമ്പോൾ അതിനെ ജനങ്ങളെങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറയുന്നു, അത് നമ്മൾ ഇതിനെ നിങ്ങൾ ജെന്യൂനായിട്ട് എന്തുകൊണ്ട് കാണുന്നില്ല, ഇത്ര ആരോപണം ഉയർത്തിയതിനെ എന്തുകൊണ്ട് ജെന്യൂനായി ഫേസ് ചെയ്യുന്നില്ല? ഞങ്ങൾ ജെന്യൂനായി ഫേസ് ചെയ്യുന്നുണ്ടെന്നേ. ജെന്യൂനായി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് നിയമമുണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പം ഞാനോ അല്ലെങ്കിൽ നമ്മളാരെങ്കിലും അങ്ങോട്ട് ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞത് സന്ധ്യയാകത്തില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഫാക്ട്സ് വൈസ് വെരിഫൈ ചെയ്യാത്തത്, കൊടുക്കാത്തത്? നിങ്ങളിങ്ങനെ ഈ ഇതിന്റെ അകത്ത് ഡിസ്പ്ലേ ബോർഡിൽ കാണിച്ചിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചല്ലോ, അവിടെ ഉണ്ട് പടം, ഇവിടെ ഉണ്ട് പടം, ഇവിടെ ഇരട്ടി ഇവിടെ, ഇത് പറഞ്ഞിട്ടെന്താ കാര്യം? പറഞ്ഞു, ശരി, സംഭവിച്ചു. തുടക്കത്തിൽ നിങ്ങൾ ഇൻഫർമേഷൻ പൊതുജനത്തിന് കൊടുത്തു, അതിനുശേഷം ഈ ഡേറ്റ കൊടുക്കണ്ടേ? അത് കൊടുത്തോ? അത് കൊടുത്തില്ല എന്നല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും പറയുന്നത്. ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നിയമത്തിനകത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അവരാരെയും വെല്ലുവിളിച്ചിട്ടില്ല. അവര് ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥ വെല്ലുവിളിക്കുകയല്ല, ഭരണഘടനാ സംവിധാനമാണ്. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാമല്ലോ. നിങ്ങൾ വെറുതെ എന്തിനാണ് ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ല, ചോദ്യം ചെയ്യാമല്ലോ. ചോദ്യം ചെയ്യല്ലേ വേണ്ടത്? അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇവിടെ കേരളത്തിൽ നടന്ന 70,000 വോട്ട് നടക്കുന്നു, അവിടെ തിരിമറി നടത്തി ജയിക്കുന്നു. നിങ്ങൾ ജയിക്കുന്നിടത്തൊന്നും ഒരു രാജ്യത്തൊന്നും ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ പരാജയപ്പെട്ടാൽ അവിടെയെല്ലാം കുഴപ്പങ്ങളാണ്. ഇനി ആ കുഴപ്പങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ നിങ്ങൾ പറയുന്നു, ഒരു സ്ഥലത്തെ ഒരു കുഴപ്പം കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം 6 മാസമെങ്കിലും സമയമെടുക്കും ഒരു വോട്ടർ പട്ടിക പഠിച്ചു വരണമെങ്കിൽ. അങ്ങനെ വോട്ടർ പട്ടിക പഠിച്ചു വന്നാൽ ഈ രാജ്യത്തെ വോട്ടർ പട്ടിക പഠിച്ച അവിടുത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ എന്ന് കൊണ്ടുവരുവാൻ സാധിക്കും? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് മറ്റ് കക്ഷികളില്ലേ, അവരെന്തുകൊണ്ടാണ് ഈ വിഷയം ഉയർത്താത്തത്? നിങ്ങളുടെ കൂടെയുള്ള പലരുമുണ്ടല്ലോ, അവരൊക്കെ എന്തുകൊണ്ടാണ് അതത് സംസ്ഥാനങ്ങളിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാത്തത്? അവിടെ ഒന്നും കണ്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായി മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ അകത്തുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത്, എല്ലാവരെയും എല്ലാ കാലവും തുടർച്ചയായി പറ്റിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു പഴമൊഴി ഇക്കാര്യത്തിൽ ഇത് ആപ്തവാക്യമായി മാറുകയാണ്. അതിന്റെ അകത്ത് ഈ രാഹുൽ ഗാന്ധിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ആരാണോ അദ്ദേഹത്തിന് ഈ ഒരു സ്ട്രാറ്റജി ഉപദേശിച്ചു കൊടുത്തത്, ആ സ്ട്രാറ്റജി പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ രാജ്യം കാണുന്നത്. അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ വെപ്രാളം എടുത്തിട്ട് കാര്യമില്ല.
അത് ഫാക്റ്റാണ്, മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് BJP നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? നരേന്ദ്രമോദിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ വോട്ട് മേടിച്ച് ജയിച്ച് നിങ്ങൾ വരിക, നിങ്ങൾ തോക്കുമ്പോൾ EVM കുഴപ്പമാണെന്ന് പറയും, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രശ്നമാണെന്ന് പറയും. വോട്ടേഴ്സ് ലിസ്റ്റ് ബീഹാറിൽ വെട്ടിമാറ്റി അവിടെ 10-64 ലക്ഷം വോട്ട് മാറ്റുമ്പോൾ പറയാതെ BJPയുടെ വോട്ടാണ് മാറ്റിയെന്ന് പറയുക. ഡബിൾ വന്നിരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നു അത് അപ്പുറത്തെ വോട്ട് ചെയ്തിട്ടില്ല, അവിടുന്ന് വോട്ട് മാറ്റി ഇവിടെ ചെയ്തിരിക്കുന്നതാണ് ഡബിൾ. ഇവിടെ നിൽക്കുന്ന ഇവിടെ പുതിയതായിട്ട് വോട്ട് ചേർത്തുമെങ്കിൽ ഇവിടെ ചെയ്യാനുള്ള അധികാരം നമുക്ക് ഭരണഘടന കൊടുക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് മാത്രം ചെയ്തെങ്കിൽ അത് കുഴപ്പമില്ല, അത് അപ്പുറത്ത് 2 സ്ഥലത്ത് ചെയ്തെങ്കിലേ കള്ള വോട്ടാവുന്നുള്ളൂ. അപ്പൊ ഇത് തമ്മിൽ ചേർച്ചയില്ലാണ്ട് വരുന്നു. അപ്പൊ ഡബിളിംഗ് എന്ന് പറയുന്ന സാധനം നിലനിൽക്കാതെ വരുന്നു. അത് തന്നെയാണ് രാഹുലിനെതിരെ വലിയ വിമർശനങ്ങൾ. നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം രാഹുലിനോട് താങ്കൾ ഒരു ഭാരതീയനാണോ, താങ്കൾ ഒരു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ബോംബ് എന്ന നിലയിലുള്ള ചില വാദഗതികളുമായി മുന്നോട്ട് വന്നത്. പരമോന്നത നീതിപീഠം തന്നെ താങ്കൾ ഒരു ഇന്ത്യക്കാരനാണോ എന്ന വലിയ ചോദ്യം രാഹുലിന് നേരെ ഉന്നയിച്ചു എന്ന കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം.